ഹായ്, കാലത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിൽ ചാത്തൻ്റെ ഓടുണ്ട്. എന്താണ് അറിയുക, അപ്പം ലീവല്ലേ. അപ്പം ലീവ് കാരണം ഞാൻ ഓടി കളിക്കാൻ കേട്ടോ, വണ്ടി വെച്ച് തള്ളി കളിക്കാൻ. അത് കാരണം നിറയെ നേരം ഫുട്ബോൾ കളിച്ചു കേട്ടോ. ആ കളി മതിയായി. പിന്നെ ഫുട്ബോൾ കുറേ നേരം കളിച്ച് ചെത്താൻ പോയിട്ടോ. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട്. പോയി വരുമ്പോൾ അനിയനുണ്ടല്ലോ, അതാ കൂൺ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ പോയി ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നു. അതുമാത്രമല്ല, വൈഫ് ദേഷ്യത്തിലിരിക്കാൻ കേട്ടോ. ഫോൺ വിളിച്ച് സംസാരിച്ച് ദേഷ്യപ്പെട്ടു. പിന്നൊക്കെ റെഡി ചെയ്താ 100 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇതാ അപ്പൂനുണ്ടല്ലോ, ഇതാ ചിക്കൻ 65 അല്ല എഗ് 65 ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വൈഫ് ഉണ്ടാക്കി വെച്ചാണ്. ഇതാ സൂപ്പറായി കഴിച്ചു. ഉച്ചയ്ക്ക് പിന്നെ ചോറ് കഴിക്കാൻ പോകണ്ട. അതാ വെണ്ടയ്ക്ക പുളിയും വെച്ചിട്ടുണ്ട്. ചിക്കൻ 65 ചെയ്യില്ല, മസാല കൊണ്ട് മറ്റേ ചെറിയ സോയാസ് അതും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. അതൊന്നൊന്ന് കഴിക്കുമ്പോണ്ടല്ലോ സൂപ്പറായി 65ൻ്റെ മണം തന്നെ വരും. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഉണ്ടല്ലോ അമ്മ വന്നു. അതുപോലെ ഇതാ കോഴികളുണ്ട്, പെട്ടക്കോഴി ഉണ്ടല്ലോ. പെട്ടക്കോഴി രണ്ടും ചണ്ടയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ കുറേ നേരം പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, നടക്കണില്ല. വൈഫ് ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ സങ്കടത്തിൽ കരയൊന്നുമല്ല, ഇതാ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ സബോള അരിയുമ്പോൾ കണ്ണിയും വെള്ളം വരികയാണ് കേട്ടോ. എന്തിനാ കരയും ചോദിച്ചപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ റെഡിയാക്കിയതാ വൈകുന്നേരം സ്പെഷ്യലായിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് വൈഫ്. അടിപൊളിയായി നിറയെ ചപ്പാത്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. നിറയെ ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയുമോ, പിന്നെ കഴിക്കാൻ പോകണം. ഞാനതൊരു 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ എന്താണെന്ന് അറിയില്ലേ, ഇതാ കൂൺ ഗ്രേവി ആക്കിയിട്ടുണ്ട് കേട്ടോ. കൂൺ ഗ്രേവി ആദ്യമായിട്ട് വീട്ടിലുണ്ടാക്കുകയാണ്. എന്നാലും അത് മണം കേട്ടാൽ തന്നെ നല്ല വായു വെള്ളം വരും കേട്ടോ. അത്രയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആദ്യമായി കൂൺ ഗ്രേവി കഴിച്ചാലും സൂപ്പർ ടേസ്റ്റായി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെയൊക്കെ കൂൺ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയണം. റെസിപ്പി വേണമെങ്കിൽ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ.